അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൽ ബയ്യിനയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ഈ സൂറത്തിൻ്റെ ആദ്യ വചനത്തിൽ സത്യനിഷേധികളെ അള്ളാഹു എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു? ഉത്തരം നോക്കാം. അഹ്ലുൽ കിതാബ് വേദക്കാർ, അല്ലെങ്കിൽ യഹൂദരും ക്രിസ്ത്യാനികളും അടങ്ങുന്ന ആളുകൾ. അൽ മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ. അഹ്ലുൽ കിതാബും വൽ മുശ്രിക്കൂന. ഈ സൂറത്തിൻ്റെ ആദ്യ വചനത്തിൽ സത്യനിഷേധികളെ അള്ളാഹു സംബോധന ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അൽ ബയ്യിന, ആരാണ് ഈ ബയ്യിന? ചോദ്യം: ഇവിടെ ബയ്യിന കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യക്തമായ തെളിവ് ആരാണ്? ഉത്തരം: അള്ളാഹുവിൽ നിന്നുള്ള ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം തന്നെയാണ് ആ ദൈവിക തെളിവ്. അടുത്ത ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ബയ്യിന ആകാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു തെളിവായി വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ബയ്യിന ആയി വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ഉത്തരം: ഒന്നാമത്തേത്, അദ്ദേഹം കൊണ്ടുവന്ന സത്യസന്ദേശം. ഈ വചനങ്ങൾ സത്യം തിരിച്ചറിയാൻ പൂർണ്ണമായും മതിയായ തെളിവാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത സ്വഭാവം, ഉത്കൃഷ്ടമായ ചരിത്രവും ഉത്തമ സ്വഭാവവും സ്വയം സത്യത്തിൻ്റെ തെളിവാണ്. അടുത്ത ചോദ്യം: റസൂലും മിനല്ലാഹ് എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ പൊരുളെന്ത്? ഉത്തരം: ഈ പ്രവാചകൻ സ്വയം വന്നവനല്ല, മറിച്ച് സാക്ഷാൽ പ്രപഞ്ചനാഥനാൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ഊന്നി പറയുവാൻ വേണ്ടിയാണ് റസൂലും മിനല്ലാഹ് എന്ന് വിശേഷിപ്പിച്ചത്. യത്ലൂ സുഹുഫൻ മുതഹ്ഹറ എന്ന വചനത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ അദ്ദേഹം പാരായണം ചെയ്യുന്നു. ഖുർആൻ ദൈവിക ശുദ്ധിയിൽ ഇറക്കപ്പെട്ടത്. യത്ലൂ സുഹുഫൻ മുതഹ്ഹറ എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമാക്കപ്പെട്ട ഏടുകൾ അദ്ദേഹം പാരായണം ചെയ്യുന്നു. അടുത്ത ചോദ്യം: മുതഹ്ഹറ, ഖുർആൻ ഏടുകളെ മുതഹ്ഹറ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? ഉത്തരം: ഒന്നാമത്തേത്, അതിന് പിശാചിൻ്റെ ഇടപെടലില്ല. ദൈവിക കാവലിൽ സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥം, ഒരു അക്ഷരം പോലും അതിൽ വ്യതിചലിക്കില്ല. രണ്ടാമത്തേത്, കളങ്കമില്ല. യാതൊരുവിധ അബദ്ധങ്ങളോ അസത്യങ്ങളോ ഇതിൽ ഇടം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. സത്യം ലഭിച്ചിട്ടും ഭിന്നിച്ചതിൻ്റെ കാരണം. സത്യം വ്യക്തമായ ശേഷവും അവർ ഭിന്നിച്ചതിൻ്റെ കാരണമെന്ത്? ഉത്തരം: ഒന്നാമത്തേത്, അസൂയയായിരുന്നു. പ്രവാചകൻ അറബ് വംശജനായതിനാൽ ഉള്ള ഈർഷ്യ അവർക്കുണ്ടായിരുന്നു. അതേപോലെ വാശി, ഇസ്ലാം തങ്ങളുടെ ആധിപത്യത്തിന് ഭീഷണിയാകുമെന്ന് ഭയന്നതുകൊണ്ട്. മൂന്നാമത്തേത്, പദവി നഷ്ടഭയം. ഇസ്ലാം സ്വീകരിച്ചാൽ തങ്ങളുടെ മതകീയ അധികാരം നഷ്ടപ്പെടുമെന്ന ഒരു ഭീതി അവരിലുണ്ടായിരുന്നു. അവർക്ക് സത്യം മനസ്സിലായിട്ടും സത്യം ലഭിച്ചിട്ടും അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇവയൊക്കെ. അടുത്ത ചോദ്യം: മാ ഉമിറു, അഞ്ചാം വചനത്തിൽ ഇല്ലാ ലിയഅ്ബുദുല്ലാഹക്ക് മുമ്പായി മാ ഉമിറു എന്ന് പറഞ്ഞതിൻ്റെ കാരണമെന്ത്? ഉത്തരം:
ഇസ്ലാം പുതുതായി കൊണ്ടുവന്ന ഒന്നല്ല. മുൻ വേദക്കാർക്കും അള്ളാഹു നൽകിയ കൽപ്പന ഇതേ ആരാധനയാണ്, ഏകദൈവ ആരാധന. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ. ഇസ്ലാം പ്രവാചകന്മാരുടെയൊക്കെ ഒരു തുടർച്ചയാണ്, ഒരു വിച്ഛേദമല്ല. അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ പുതിയൊരു കാര്യം കൊണ്ടുവന്നതല്ല എന്നുള്ളത് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അടുത്ത ചോദ്യം, ആരാധനയിലെ പ്രധാന നിബന്ധന ഏതാണ്? ഉത്തരം, മുഖ്ലിസീന ലഹുദ്ദീന, ഇഖ്ലാസ്, അള്ളാഹുവിനു മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ടുള്ള ഇബാദത്തുകൾ, ഒരു അംശം പോലും മറ്റൊന്നിനായി ഉദ്ദേശിക്കരുത്. നമ്മളുടെ ആരാധനകൾ ഇഖ്ലാസോടുകൂടിയുള്ളതായിരിക്കണം എന്നാണ് നിഷ്കർഷിക്കുന്നത്. ഹുനഫാ എന്ന പദത്തിൻ്റെ സാങ്കേതിക അർത്ഥമെന്ത്? ഉത്തരം, ഏകദൈവ സത്യത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട്, അസത്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു നിന്ന്, ബഹുദൈവ ആരാധന, വ്യർത്ഥാചാരങ്ങൾ, അസത്യ ദർശനങ്ങൾ ഇവ ഉപേക്ഷിച്ച് അള്ളാഹുവിൽ മാത്രം ഊന്നി ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ നേർപാതയിൽ നടക്കുന്നവർക്കാണ് ഹുനഫാ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നേരായ മതം, ദീനുൽ ഖയ്യിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഈ ആയത്തിൽ അതിനെ വിവരിച്ചതാണ് പറയേണ്ടത്. ഉത്തരം നോക്കാം. ഇഖ്ലാസും നമസ്കാരവും സക്കാത്തും ഉൾക്കൊള്ളുന്ന വക്രതയില്ലാത്ത ഋജുവായ ദൈവം അംഗീകരിക്കുന്ന മതം. അടുത്ത ചോദ്യം, മുൻഫക്കീൻ എന്ന പദത്തിന് വിട്ടുമാറുന്നവർ എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഉത്തരം നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൃഷ്ടാന്തങ്ങളുമായി ബയ്യനയുമായി വരുന്നതിന് മുമ്പ് ഞങ്ങൾ സത്യത്തിൽ എന്ന് അവർ അവകാശപ്പെട്ടു. പ്രവാചകൻ വന്ന സമയത്ത് ബയ്യന, വ്യക്തമായ തെളിവ് ലഭിച്ചു. ഇനി ഒരു ഒഴികഴിവും അവർക്കില്ല. പക്ഷേ അതിനുശേഷം അവർ ബോധപൂർവം സത്യത്തിൽ നിന്ന് വിട്ടുമാറി. അതുകൊണ്ടാണ് മുൻഫക്കീൻ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മുൻഫക്കീൻ എന്ന് പറഞ്ഞാൽ വിട്ടുമാറുന്നവർ, മാറി നിന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വചനത്തിൽ സത്യനിഷേധികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ഷർറുൽ ബരിയ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശമായവർ എന്നാണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം. ഈ വിശേഷണം സത്യനിഷേധികൾക്ക് ഖുർആൻ നൽകിയ ഏറ്റവും കഠിനമായ വർഗീകരണമാണ്. സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടത് എന്ന് പറഞ്ഞാൽ എത്രത്തോളം സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും താണ തട്ടിലുള്ള ആളുകളാണ് ഈ ഷർറുൽ ബരിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നരകശിക്ഷ അനുഭവിക്കുന്നവരുടെ കാലാവധിയെക്കുറിച്ച് 6-ാം വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഖാലിദീന ഫീഹ, അവർ അവിടെ നിത്യവാസികളായിരിക്കും. ഇതൊരു അന്തിമ വിധിയാണ്, താൽക്കാലികമല്ല, ശാശ്വതമായ ശിക്ഷയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഖാലിദീന ഫീഹ എന്ന് നരകശിക്ഷയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം,
സത്യനിഷേധികൾ നരകത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്? ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഫീ നാരി ജഹന്നം, ജഹന്നം എന്ന നരകാഗ്നിയിൽ. ഫീ എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്നുള്ളതാണ്. അപ്പോൾ അത് ചുറ്റും, അതിൻ്റെ ചുറ്റും ഒരു ഓപ്പണിങ്, ഒരു വാതിൽ പോലും ഇല്ലാതെ അടച്ചു മൂടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും നരകം എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത, എന്നെന്നും അതിൽ ശാശ്വതമായി വസിക്കുന്ന രീതിയിലുള്ള ഒരു നരകമായിരിക്കും ശിക്ഷയായിട്ട് ലഭിക്കുക എന്നാണ്. അടുത്ത ചോദ്യം: എന്തുകൊണ്ടാണ് വിവേകമുള്ള മനുഷ്യർ സത്യത്തെ നിഷേധിക്കുമ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരായി മാറുന്നത്? എന്തുകൊണ്ടാണ് വിവേകമുള്ള മനുഷ്യൻ സത്യത്തെ നിഷേധിക്കുമ്പോൾ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവൻ, ഷർറുൽ ബരിയ ആയി മാറുന്നത്? ഉത്തരം: ചിന്തിക്കാനുള്ള കഴിവുണ്ടായിട്ടും സത്യം മനസ്സിലാക്കിയിട്ടും അത് നിഷേധിക്കുന്നതിലൂടെ അവൻ മൃഗത്തേക്കാൾ താഴ്ന്നവനായി മാറുന്നു. ബുദ്ധിയുടെ ദുരുപയോഗം മൃഗബുദ്ധിയേക്കാൾ ഗുരുതരമാണ്. അടുത്ത ചോദ്യം: ഈ വചനത്തിൽ അവരെ വിശേഷിപ്പിച്ച ഖൈറുൽ ബരിയ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം: സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായവർ എന്നാണ് അർത്ഥം. മലക്കുകളെക്കാളും ഉയർന്ന പദവി ഇമാം ഇബ്നു ഖതീർ ഉൾപ്പെടെ ഉള്ള പണ്ഡിതന്മാർ ഇത് ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഖൈറുൽ ബരിയ, ഏറ്റവും ഉത്തമരായ സൃഷ്ടികൾ എന്നുള്ളതാണ്. 8-ാം വചനത്തിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൻ്റെ പേരെന്താണ്? ഉത്തരം: ജന്നാത്തു അദ്ൻ, സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകൾ. അടുത്ത ചോദ്യം: ജന്നാത്തു അദ്നിൻ്റെ പ്രത്യേകതയായി ഈ സൂറത്തിൽ വിവരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം നോക്കാം. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവയുടെ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: റളിയല്ലാഹു അൻഹും എന്ന വചനത്തിൻ്റെ അർത്ഥമെന്ത്? റളിയല്ലാഹു അൻഹും. ഉത്തരം: അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇത് ഒരു ദൈവിക പ്രഖ്യാപനമാണ്, അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഈ സന്തോഷം ലഭിക്കുക ഏറ്റവും മഹത്തായ നേട്ടമാണ്. ഇവിടെ നമുക്ക് നോക്കാം, അള്ളാഹുവിൻ്റെ തൃപ്തി, അതേപോലെ വിശ്വാസികൾക്ക് അവനിലുള്ള തൃപ്തി, അള്ളാഹു ചെയ്തു കൊടുത്ത എല്ലാ കാര്യങ്ങളിലും ഉള്ള മനുഷ്യരുടെ തൃപ്തി, അത് രണ്ടും കൂടിച്ചേരുമ്പോഴുള്ള പരസ്പര സ്നേഹവും കടപ്പാടും, അതൊരു ദിവ്യ സമാധാനത്തിൻ്റെ ഒരു വൃത്തം അതിൽ രൂപപ്പെടും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: വറളൂ അൻഹു എന്ന അള്ളാഹു വിശ്വാസികളെക്കുറിച്ച് പറയാൻ കാരണമെന്ത്? ഉത്തരം: അള്ളാഹു നൽകിയ അളവറ്റ പ്രതിഫലങ്ങളിലും അനുഗ്രഹങ്ങളിലും ആ വിശ്വാസികൾ അങ്ങേയറ്റം സംതൃപ്തരായിരിക്കും. ഇത് ഇരുപക്ഷ സന്തോഷം, അള്ളാഹു അവരിൽ, അവർ അള്ളാഹുവിൽ. ചോദ്യം: ഈ എല്ലാ മഹത്തായ പ്രതിഫലങ്ങളും ആർക്കാണ് ലഭിക്കുക എന്നാണ് ഈ സൂറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്? ലിമൻ ഖശിയ റബ്ബഹ്, തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടവന്.
ഖശ്യ ഒരു ആന്തരിക ഭക്തിയുടെ ഭാഷയാണ്, ഭൗതിക ഭയം മാത്രമല്ല. അടുത്ത ചോദ്യം, ഇവിടെ പറയുന്ന ഭയം ഖശ്യത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെക്കുറിച്ചുള്ള പേടിയും അവനോടുള്ള ആദരവ് കലർന്ന ഭയവും. ഇതൊരു ജ്ഞാനത്തിൽ നിന്ന് ഉറവെടുക്കുന്ന ഭക്തിയാണ് ഭയഭക്തി. ഭയഭക്തി എന്ന് പറഞ്ഞത് പേടി കൊണ്ടുണ്ടാവുന്ന ഭക്തിയല്ല, പക്ഷേ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഭയഭക്തിയാണ് ശരിക്കും പറയുന്ന ഖശ്യത്ത് എന്ന് പറയുന്നത്.